വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്ട്രെയിറ്റ് കുർത്തിയായിട്ടാണ്. ഫസ്റ്റ് ഒരു 1/2 ഇഞ്ചിൻ്റെ ലൈൻ വരച്ചിട്ട് അതിൽ നിന്നാണ് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. ആദ്യമേ ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ നമ്മുടെ നെക്ക് വിഡ്ത്തും ഒപ്പം നെക്ക് ഡ്രോപ്പും മാർക്ക് ചെയ്തു. ലേറ്റർ നമ്മുടെ ബസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വേസ്റ്റ് മെഷർമെൻറ്റും, എന്നിട്ട് വേസ്റ്റ് മെഷർമെൻറ്റിൽ നിന്ന് ഡിസൈഡ് ലെങ്ത് എവിടെയാണോ അവിടേക്ക് സെയിം മെഷർമെൻറ്റ് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് താഴോട്ടേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാണ്. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം പിന്നെ നമ്മൾ സ്ലിറ്റിനുള്ള എക്സ്ട്രാ അലവൻസും പിന്നെ സൈഡ് സീം അലവൻസും ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് ഓൾറെഡി നമ്മളുടെ അടുത്ത് സ്ക്വയർ നെക്കിലാണ് ഫ്രണ്ടും ബാക്കും വേണ്ടതെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത്. സോ നെക്കിൽ നമ്മൾ വേറെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ലൈനിങ്ങും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി അതും സെയിം ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. സ്ലീവ് നമ്മുടെ ഒരു 3/4 ലെങ്ത്ത് വരുന്ന സ്ലീവാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളത് ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. റോങ് സൈഡ് എന്ന് വെച്ചാൽ അകത്ത് വരുന്ന ഭാഗം. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം ലൈനിങ്ങിൻ്റെയും നമ്മുടെ ഷെൽ ഫാബ്രിക്കിൻ്റെയും നെക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പ് സ്റ്റിച്ച്. പിന്നെ ഡാർട്ട് അടിച്ചു, അത് കഴിഞ്ഞ് സ്ലിറ്റ് അടിച്ചു, പിന്നെ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത്, എന്നിട്ട് സ്ലീവ് മുതൽ വേസ്റ്റ് വരെ സൈഡ് സീം അടിച്ച് ക്ലോസ് ചെയ്ത്. ഇതാണ് അപ്പോൾ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടമായോ? എന്നാൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ലാസ്റ്റ് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ, ടേക്ക് കെയർ.